രണ്ട് വരി പാടിയിട്ടേ വിടത്തുള്ളൂ. സുന്ദരമോ ലിനുവിന്റെ ആഗ്രഹം പോലെ, ലിനുവിന്റെ ആഗ്രഹം പോലെ അല്ലേ? ബെല്ലി ഡാൻസ് വിത്ത് സോങ്. പാട്ട് പഠിക്കാൻ പോകണം. ദേവേട്ടൻ പാട്ട് പഠിക്കാൻ പോകണം. അഭിഷേക് ദേടാ നീ അല്ലേ ബെല്ലി ഡാൻസ് കളിക്കാൻ പോകും അല്ലേ? കരോക്കെ വേണ്ട, അല്ലാതെ തന്നെ പാടാന്ന് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ശരിക്കും പാട്ട് പാടാൻ അറിയത്തില്ല. എനിക്ക് പാടാൻ അറിയത്തില്ല. രണ്ട് വരി പാടിയിട്ടേ വിടത്തുള്ളൂ. ഇത് DSK തന്നെ പറയണം, പാടിയിട്ട് പോകാൻ. ഞാൻ പാടുന്നു. രണ്ട് വരി പ്ലീസ്. இதயமொரு கண்ணாடி எனது பிம்பம் விழுந்ததடி நீதானே சொந்தம் இதயம் சொன்னதடி கண்ணாடி பிம்பம் கட்ட கயறொன்றும் இல்லையடி நீதானே சொந்தம் இதயம் சொன்னதடி நீ ஒன்று சொல்லடி பெண்ணே ഇനി നിന്റെ സൊല്ലടി കണ്ണേ. ഇനി എങ്ങനെ പാടി പ്ലീസ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് അദ്ദേഹം. എനിക്ക് രണ്ടുപേരും എനിക്ക് സത്യമായിട്ടും പാടാൻ അറിയാത്തതുകൊണ്ടാണ്. അതിനകത്ത് എന്തോ ഒരു വരിയുണ്ടല്ലോ, ഏതോ ഒരു വരിയുണ്ടല്ലോ, ഞാൻ പാടിയതിനാണ്. ഇതയമൊരു കണ്ണാടി വളരെ നല്ല സ്വരം കേട്ടോ. പാട്ട് പഠിച്ചിട്ടുണ്ടല്ലേ? ജാസ്മിനെ കാട്ടുതീ പോലെ ആ പാട്ട് പാടിയാലും മതി. കാട്ടുതീ പോലെ ആ സാധനമില്ലേ, അത് നീ ആ ബിഗ് ബോസിൽ പാടി അത് തന്നെ. അത് മതി മോളെ ജാസ്മിൻ, സപ്പോർട്ട് ചെയ്യും. അതായാലും മതി. ആ പാട്ട് പ്ലേ, നിങ്ങൾ ഡാൻസ് കളിച്ചാൽ മതി. കാട്ടുതീ പോലെ ആ സാധനമില്ലേ, എന്താ അത് മതി, അത് മതി. എടാ നീ പ്ലേ ചെയ്തോടാ, ചെയ്തു കേട്ടോ, യൂട്യൂബ് ചെയ്തു. കാട്ടുതീ പാട്ടിനെ ഒരു കിണ്ടിയുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തി ദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. കിണ്ടിയിൽ ഒരു കിണ്ടി ഉരുണ്ട് കുണ്ടിൽ വീണു. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി. അത്ര പിടിക്കല്ല ഞാൻ. അന്തിക്ക് കുന്തിദേവി കിണ്ടി കഴുകുമ്പോൾ കിണ്ടിയിൽ ഒരു കിണ്ടി വീണ് കുണ്ടിൽ വീണു. എന്താണ് കയ്യടിയൊന്നും പോരാ കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഡാൻസ് കാണാം.